ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 12 ആയിട്ടുണ്ട്. പരിക്കേറ്റ 3 പേർ കൂടി മരിച്ചതോടെയാണ് ഈ മരണസംഖ്യ വീണ്ടും ഉയർന്നത്. ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപമുള്ള ട്രാഫിക് സിഗ്നലിൽ വേഗത കുറച്ച് സഞ്ചരിക്കുകയായിരുന്ന കാറിലാണ് ശക്തമായ സ്ഫോടനം ഉണ്ടായത്. ഫരീദാബാദിൽ ഹരിയാന ജമ്മു കശ്മീർ പോലീസ് സ്ഫോടക വസ്തുക്കളുമായി പിടികൂടിയ സംഭവവും ചെങ്കോട്ട സ്ഫോടനവും തമ്മിൽ ബന്ധമുണ്ടെന്നൊരു നിഗമനത്തിലാണ് നിലവിൽ പോലീസ് മുന്നോട്ട് പോകുന്നത്. ഫരീദാബാദിൽ നിന്നും പിടികൂടിയവരുടെ പങ്കാളിയായ ഡോക്ടർ ഉമർ ഉൻ നബി നടത്തിയ ചാവേർ സ്ഫോടനമാണ് ചെങ്കോട്ടയിലേതെന്നാണ് വിവരം. ഈ കാര്യങ്ങൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നടന്നത് ചാവേർ ആക്രമണമാണോ? ആക്രമണം എന്തിനു വേണ്ടി? സ്ഫോടക വസ്തു ദ്രവരൂപത്തിലോ? ഇതിന് പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചു? എത്ര നാൾ നടത്തിയ ആസൂത്രണമാണിത്? ലക്ഷ്യം വച്ചത് എന്തൊക്കെ? ഈ ചോദ്യങ്ങൾക്കാണ് ഇനി ഈ രാജ്യം ഉത്തരം തേടുന്നത്. ഇതിനൊപ്പം തന്നെ ഒരു വീഴ്ച അവിടെ സംഭവിച്ചിട്ടില്ലേ, ഒരു സുരക്ഷാ വീഴ്ച അവിടെ സംഭവിച്ചിട്ടില്ലേ എന്നൊരു സുപ്രധാന ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെയുമുള്ളൊരു ഉത്തരം വരും മണിക്കൂറുകളിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. നടന്നത് വൈറ്റ് കോളർ ഭീകരതയോ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 10-15 വർഷങ്ങൾക്കു ശേഷമാണ് നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലൊരു ആക്രമണം നടക്കുന്നത്. നിലവിലെ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ രാവിലെ ഉന്നതതല യോഗം ചേർന്നിരുന്നു. ഡൽഹി സ്ഫോടനത്തിന് പിന്നിലുള്ളവരെ വെറുതെ വിടില്ല എന്നും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ എത്രയും വേഗം കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു. ഡൽഹി സ്ഫോടനത്തിന് പിന്നിലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഉറപ്പു നൽകി. ഒപ്പം ഈ ആക്രമണത്തിന്റെ ഉത്തരവാദികളെ കണ്ടുപിടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. പ്രതിരോധ മന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും പ്രതികരണങ്ങളിലേക്ക്. के पीछे के षड्यंत्रकारियों को बख्शा नहीं जाएगा. All those responsible will be brought to justice. The findings of the investigation will soon be made public. I want to formally assure the nation that those responsible for this tragedy will be brought to the justice and will not be spared under any circumstances. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെയും പ്രതിരോധ മന്ത്രിയുടെയും വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി നമുക്ക് ഇന്നലെ സ്ഫോടനമുണ്ടായ പ്രദേശം അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് നോക്കാം. നോക്കൂ, സ്ഫോടനം നടന്ന സ്ഥലത്തിന്റെ ഒരു മാപ്പാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇതാണ് ആ സ്ഫോടനം നടന്ന സ്ഥലം, ആ ബ്ലാസ്റ്റ് ഉണ്ടായ സ്ഥലം ഇതാണ്. ഡൽഹി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ ഈ സ്ഫോടനം നടന്ന പ്രദേശത്ത് നിന്ന് 1 കിലോമീറ്റർ മാത്രം അകലെയാണ് ഡൽഹി ജംഗ്ഷൻ. ഡൽഹി റെയിൽവേ സ്റ്റേഷൻ വരുന്നത് 1 കിലോമീറ്റർ മാത്രം അകലെ. ഇനി റെഡ് ഫോർട്ട് ചെങ്കോട്ടയിലേക്ക് ഇവിടെ നിന്നുള്ളതും 1 കിലോമീറ്റർ. അതിനൊപ്പം സ്ഫോടനം നടന്നത് ഈ ഭാഗത്താണ്, നമ്മൾ ഈ കാണുന്ന ഈ ഭാഗത്ത്. ഇവിടെയാണ് ഇന്ത്യ ഗേറ്റും ഈ സ്ഫോടനം നടന്ന സ്ഥലവും തമ്മിലുള്ളത് 8 കിലോമീറ്ററാണ്, ഏകദേശം 8 കിലോമീറ്ററാണുള്ളത്. അതേപോലെ തന്നെ ഈ പാർലമെന്റ് മന്ദിരവും ഈ സ്ഫോടനം നടന്ന പ്രദേശവുമായിട്ടുള്ളത് 7.5 കിലോമീറ്റർ. അതാണ് പറയുന്നത്, ഇത്രയും തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്താണ് ഈ സ്ഫോടനം നടന്നത് എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന സ്ഥലം റെയിൽവേ സ്റ്റേഷൻ 1 കിലോമീറ്ററിനകലെ, റെഡ് ഫോർട്ട് അതും 1 കിലോമീറ്ററിനകലെ, പാർലമെന്റ് മന്ദിരവും ഇന്ത്യ ഗേറ്റും 8 കിലോമീറ്ററും 7.5 കിലോമീറ്ററും മാത്രം അകലെയാണ്. ഇവിടെയാണ് ഇവിടെയാണ് ആ സ്ഫോടനം നടന്ന സ്ഥലമുള്ളത്. അപ്പോൾ CCTV ദൃശ്യങ്ങളൊക്കെ അനുസരിച്ച് റെഡ് ഫോർട്ടിനോട് ചേർന്നുള്ള പാർക്കിംഗ് ഏരിയയിൽ, അതായത് ഈ പാർക്കിംഗ് ഏരിയയിൽ വാഹനം പ്രവേശിച്ചത് തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് 3:19 പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഈ വാഹനം 6:48 പുറത്തേക്ക് ഇറക്കുമ്പോൾ സ്ഥലത്ത് കനത്ത ഗതാഗത കുരുക്കുണ്ടായിരുന്നു. റെഡ് ഫോർട്ട് ഏരിയ കൂടാതെ ദരിയാഗഞ്ച്, കശ്മീരി ഗേറ്റ്, സുനേഹ്രി മസ്ജിദിന് സമീപം ഇവിടങ്ങളിലുമൊക്കെ ഈ കാറ് കണ്ടിരുന്നു. ഇവിടെ സ്ഫോടനം നടത്തിയ ഹ്യുണ്ടൈ i20 കാർ കണ്ടിരുന്നു എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പാർക്കിംഗ് സ്ഥലത്തെ CCTV ദൃശ്യങ്ങളിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ഒരാൾ പാർക്കിംഗ് സ്ലിപ്പ് വാങ്ങുന്നതായി കാണുന്നുണ്ട്. കാറിൽ ഒന്നിലധികം യാത്രക്കാർ ഉണ്ടായിരുന്നു എന്ന് ഡൽഹി പോലീസ് കമ്മീഷണർ സതീഷ് ഗോൾച്ച ഇന്ന് പ്രതികരിക്കുന്നത് നമ്മൾ കേട്ടു. ചെങ്കോട്ടയിലേത് നിലവിൽ ചാവേർ ആക്രമണമാണ് എന്ന് സ്ഥിരീകരിക്കുകയാണ് ഡൽഹി പോലീസ് വൃത്തങ്ങൾ. ഫരീദാബാദിലെ നിന്നും അറസ്റ്റിലായ ഡോക്ടർമാരുടെ സംഘാംഗങ്ങളാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നും പോലീസ് കണ്ടെത്തുന്നുണ്ട്. ഈ ആക്രമണത്തിന് പിന്നിൽ ഡോക്ടർമാരുടെ സംഘാംഗങ്ങളുണ്ട്, ഉമറിന്റെ അടക്കം സംഘാംഗങ്ങൾ ഉണ്ടെന്നാണ് നിലവിലെ പോലീസിന്റെ വിലയിരുത്തൽ. അന്വേഷണം നിലവിൽ NIA ഏറ്റെടുത്തിട്ടുണ്ട്, ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. ഈ സ്ഫോടനം നടത്തിയ വെള്ള നിറത്തിലുള്ള ഹ്യുണ്ടൈ i20 കാറിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആ CCTV ദൃശ്യങ്ങൾ അനുസരിച്ച് HR 26 CE 76
HC74 എന്ന നമ്പർ പ്ലേറ്റ് ഉള്ള വാഹനമാണ് ഈ അപകടം ഉണ്ടാക്കിയത്. അതായത് അവിടെ പൊട്ടിത്തെറിച്ച വാഹനം. ഈ വാഹനം 3 മണിക്കൂറിലധികം ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള പാർക്കിംഗ് സ്റ്റേഷനിൽ പാർക്ക് ചെയ്തിരുന്നു എന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം. ഇതാണ് ആ നമ്പർ, വണ്ടിയുടെ നമ്പർ. ആ CCTV ദൃശ്യങ്ങളിൽ നിന്നും വരുന്ന ആ നമ്പർ പ്ലേറ്റ് ആണ് HR26 CE 7674 എന്ന് പറയുന്നത്. കാർ ഓടിച്ചത് ഫരീദാബാദ് ഭീകര സംഘത്തിൽ ഉൾപ്പെട്ട ഡോക്ടർ ഉമർ മുഹമ്മദ് ആണ് എന്ന കാര്യത്തിലും ഏറെക്കുറെ സ്ഥിരീകരണമായിട്ടുണ്ട്. ഇനി കൂടുതൽ ഇത് സ്ഥിരീകരിക്കണമെങ്കിൽ DNA പരിശോധന അടക്കം നടത്തണം. വിവിധ സംഘങ്ങളായി ചേർന്ന് വിവരശേഖരണം, വിശദ അന്വേഷണവും തുടരുകയാണ് ദേശീയ അന്വേഷണ ഏജൻസി. ഡോക്ടർ മുസമ്മിൻ ഷക്കീൽ, ഡോക്ടർ അദീൽ അഹമ്മദ് റാത്തർ എന്നിവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിലവിൽ NIA. അതിനൊപ്പം തന്നെ ഇവരുടെ കയ്യിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തു. ഫരീദാബാദിൽ നിന്നും കണ്ടെത്തിയ അമോണിയം നൈട്രേറ്റ് സ്ഫോടനത്തിന് ഉപയോഗിച്ചു എന്നാണ് നിലവിലെ ഈ പോലീസ് വൃത്തങ്ങൾ പറയുന്നൊരു കാര്യം. ഡൽഹി സ്ഫോടനത്തിന് കാരണമായ ഹ്യുണ്ടൈ i20 കാറിന്റെ സഞ്ചാരപാത കൂടി ഡൽഹി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കാറിന്റെ സഞ്ചാരപാത അനുസരിച്ച് 100-ലധികം CCTV ക്യാമറകളാണ് അന്വേഷണ സംഘം പരിശോധിച്ചത്. ആ സഞ്ചാരഗതി അറിയാൻ വേണ്ടി പരിശോധിച്ചത്. ഈ സഞ്ചാരഗതി അനുസരിച്ച് കാറ് തിങ്കളാഴ്ച രാവിലെ 7:30 ഫരീദാബാദിലെ ഏഷ്യൻ ആശുപത്രിക്ക് പുറത്ത് ഈ വാഹനത്തെ കാണുന്നുണ്ട്. അതിനുശേഷം പിന്നീട് 8:13 ആകുമ്പോഴേക്കും ബദർപൂർ ടോൾ ബൂത്തിലൂടെ ഫരീദാബാദ് റോഡ് വഴി അത് ഡൽഹി നഗരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനുശേഷം പിന്നീട് ഈ വാഹനത്തെ കാണുന്നത്, അവസാനമായി ഈ വാഹനത്തെ കണ്ടെത്തിയത് ഓഖ്ല ഇൻഡസ്ട്രിയൽ ഏരിയയിലെ മോദി മില്ലിന് സമീപത്തുള്ള ഒരു പെട്രോൾ പമ്പിലെ CCTV ക്യാമറയിലാണെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇപ്പോൾ സഞ്ചാരപാത, ഈ കാറിന്റെ സഞ്ചാരപാതയായിട്ട് ഈ പുറത്തുവിട്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതോടുകൂടി ഹ്യുണ്ടൈ i20 കാർ വാങ്ങിയ 34-കാരനായ പുൽവാമ സ്വദേശിയിലേക്ക് കൂടി അന്വേഷണം കേന്ദ്രീകരിച്ചിട്ടുണ്ട് നിലവിൽ അന്വേഷണ സംഘം. ഒക്ടോബർ 29-നാണ് ഇയാൾ ഈ കാർ വാങ്ങിയത് എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു പുൽവാമ സ്വദേശിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് മുന്നിലേക്ക് ഇയാളുടെ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ പോലീസ് ശക്തമായ തെളിവുകളൊക്കെ ശേഖരിച്ചു വരികയാണ്. UAPA, സ്ഫോടക വസ്തു നിയമം, അതേപോലെ ഭാരതീയ ന്യായ സംഹിത എന്നിവയിലെ വകുപ്പുകൾ പ്രകാരമാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. NSG, ഡൽഹി പോലീസ്, ഫോറൻസിക് സയൻസ് ലബോറട്ടറീസ് ടീമുകളും ഒക്കെയും ഈ സ്ഥലത്ത് സജീവമാണ്. ഇത്രയുമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റുകളൊക്കെയും.